ഹായ് ഗൈസ്, വെൽക്കം ടു ദിസ് ചാനൽ. നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു വിൻഡോസ് 10 ബൂട്ടബിൾ പെൻഡ്രൈവ് ഉണ്ടാക്കാമെന്നാണ്. അല്ലെങ്കിൽ വിൻഡോസ് 10 എങ്ങനെ സിമ്പിളായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിന് നമുക്ക് വേണ്ടത് ഒരു 8 GB കുറയാത്ത പെൻഡ്രൈവ് ഓർ മെമ്മറി കാർഡ്, പിന്നെ ഒരു നെറ്റ് കണക്ഷനുള്ള കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഞാൻ പ്രിഫർ അധികം ചെയ്യുന്നില്ല. കമ്പ്യൂട്ടറാണ് കുറച്ചുകൂടി സിമ്പിൾ. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് വിൻഡോസ് 10 മീഡിയ ക്രിയേഷൻ ടൂൾ എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അത് നേരെ ഒരു ലിങ്കിലേക്ക് പോകും. അത് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു സൈറ്റിലേക്ക്. അതിൽ ഡൗൺലോഡ് ചെയ്യുക ടൂൾ നൗ എന്ന് പറഞ്ഞ് കിടപ്പുണ്ടാവും. അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൂൾ ഡൗൺലോഡ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യുക. അത് 18 MB കേസുള്ളൂ. ഡൗൺലോഡായി ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഗെറ്റിംഗ് എ ഫ്യൂ തിങ്സ് റെഡി എന്ന് പറഞ്ഞ് കാണിക്കും. അത് ലോഡായി കഴിയുമ്പോൾ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് വരും. അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ മുമ്പോട്ട് പോകാം. അപ്പോഴും നമുക്ക് ഗെറ്റിംഗ് എ ഫ്യൂ തിങ്സ് റെഡി എന്ന് കാണിക്കും. അത് ലോഡായി കഴിയുമ്പോൾ അപ്ഗ്രേഡ് യുവർ PC നൗ അല്ലെങ്കിൽ ക്രിയേറ്റ് ഇൻസ്റ്റലേഷൻ മീഡിയ യൂസ് ഫ്ലാഷ് ഡ്രൈവ് ഓർ DVD ISO ഫയൽ എന്ന് കാണിക്കും. അതായത് നമ്മൾ ഇൻസ്റ്റലേഷൻ മീഡിയ ക്രിയേറ്റ് ഇൻസ്റ്റലേഷൻ മീഡിയ ടിക്ക് കൊടുക്കുക. അപ്ഗ്രേഡ് യുവർ PC നൗ കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് പുതിയൊരു സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ബൂട്ടബിൾ പെൻഡ്രൈവ് ഉണ്ടാക്കണമെങ്കിൽ അത് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. അതിലപ്പോൾ ഓപ്ഷൻസ് വരും. ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലാംഗ്വേജസും എഡിഷനും കാണിക്കും. അതിൽ ഏറ്റവും അടിയിൽ യൂസ് ദ റെക്കമെൻഡഡ് ഓപ്ഷൻ PC കൊടുക്കുക. അല്ലെങ്കിൽ അത് ടിക്ക് ചെയ്യാൻ ടിക്ക് ചെയ്യാതിരിക്കുക, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ USB ഫ്ലാഷ് ഡ്രൈവ് അല്ലെങ്കിൽ ISO ഫയൽ നടക്കും. USB ഫ്ലാഷ് ഡ്രൈവാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതാണ് കുറച്ചും കൂടി സിമ്പിൾ. ISO ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. അതിന് DVD ഒക്കെ വേണ്ടി വരും. DVD വേണം, DVD ഡ്രൈവ് വേണം, അതൊക്കെ വേണം. USB ഫ്ലാഷ് ഡ്രൈവ് ആകുമ്പോൾ ഇതൊന്നും വേണ്ട. USB ഫ്ലാഷ് ഡ്രൈവ് ഡയറക്റ്റ് ഇത് ചെയ്യുകയാണ്. ISO ഫയലാകുമ്പോൾ നമ്മളത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് റൂഫസ് എന്ന് പറഞ്ഞാൽ ഫയൽ ആപ്ലിക്കേഷനൊക്കെ വെച്ച് നമ്മൾ ബേണൊക്കെ ചെയ്ത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. അത് ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ലിസ്റ്റ് നമ്മുടെ ബൂട്ടബിൾ പെൻഡ്രൈവ് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പോകുന്ന പെൻഡ്രൈവ് അല്ലെങ്കിൽ മെമ്മറി കാർഡ് നമ്മുടെ ഇതിൽ കാണിക്കും. റിമൂവൽ ഡിസ്കിൽ കാണിക്കും. അതിൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇത് ഫോർമാറ്റഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ഫോർമാറ്റ് അല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇതിലുള്ള ഡാറ്റാസൊക്കെ റിമൂവ് ആവുന്നതാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡാറ്റ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ബാക്കപ്പ് ചെയ്ത് വയ്ക്കാം. അതൊക്കെ ബാക്കപ്പ് ചെയ്ത് വെച്ച് ഒന്നുകൂടി കുത്തി കഴിയുമ്പോൾ കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ റീഫ്രഷ് ദ ഡ്രൈവ് ലിസ്റ്റ് കൊടുത്താൽ അതിലിപ്പോൾ കാണിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പെൻഡ്രൈവ് ഏതാണെന്ന് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അതായത് നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുന്ന പെൻഡ്രൈവ് ഏതാണെന്ന് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് 8 GB ഉള്ള പെൻഡ്രൈവ് ആയിരിക്കും. 8 GB കൂടുതലുള്ള പെൻഡ്രൈവ് ആയിരിക്കും. 8 GB ആണ്. വിൻഡോസ് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡൗൺലോഡ് ആവുന്ന സ്പീഡ് നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ അനുസരിച്ചിരിക്കും. ഇത് ഡൗൺലോഡ് 100% ആയി കഴിയുമ്പോൾ ഇത് ഫിനിഷ് കൊടുത്തിട്ട് നമ്മളൊന്ന് റീബൂട്ട് ചെയ്യുക. സിസ്റ്റം റീബൂട്ട് ചെയ്യുന്നത് ബൂട്ട് മെനുവിലേക്ക് ചെല്ലുക. ബൂട്ട് മെനു ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ബൂട്ട് ഓപ്ഷൻ കിടപ്പുണ്ടാവും. ആ ബൂട്ട് ഓപ്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്യുക. ബൂട്ട് ഓപ്ഷൻ ഇപ്പോൾ നമ്മുടെ ഹാർഡ് ഡ്രൈവിലായിരിക്കും കിടക്കുന്നത്. അതൊന്ന് ചേഞ്ച് ചെയ്ത് നമ്മുടെ USB-യിലേക്ക് ആക്കിയിടുക. USB-യിലാക്കി ഇടുമ്പോൾ UEFI സ്റ്റോറേജിലേക്ക് ആക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ ബൂട്ട് ചെയ്യുക. എന്നിട്ട് USB ഡ്രൈവിൽ ബൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സെറ്റപ്പിലേക്ക് പോകും. നമ്മൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സെറ്റപ്പിൽ ആദ്യം ചോദിക്കുന്നത് നമ്മളത് ലാംഗ്വേജും ടൈമും കറൻസിയും സെറ്റ് ചെയ്യാനായിരിക്കും. അത് 3 സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇഷ്ടമുള്ള സ്ഥലം കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്ഥലം കൊടുക്കുക. എന്ന് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റാൾ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ഇൻസ്റ്റാൾ നൗ കൊടുക്കുക. അപ്പോൾ സെറ്റപ്പ് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് കീ ഉണ്ടെങ്കിൽ വിൻഡോസ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് കീ ഉണ്ടോ എന്ന് നോക്കും. നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് കീ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഐ ഡോണ്ട് ഹാവ് ദ പ്രൊഡക്റ്റ് കീ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ പ്രൊഡക്റ്റ് കീ നിങ്ങളിൽ പ്രൊഡക്റ്റ് കീ ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് കീ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഐ ഡോണ്ട് ഹാവ് ദ പ്രൊഡക്റ്റ് കീ എന്ന് പറഞ്ഞുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മളോട് ഏത് വിൻഡോസാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് നോക്കും. വിൻഡോസ് 10 ഹോം, വിൻഡോസ് 10 ഹോം N, വിൻഡോസ് 10 സിംഗിൾ ലാംഗ്വേജ്, വിൻഡോസ് 10 എഡ്യൂക്കേഷൻ, വിൻഡോസ് 10 എഡ്യൂക്കേഷൻ N, വിൻഡോസ് 10 പ്രോ, വിൻഡോസ് 10 N എന്നുള്ള ഇത്ര ഓപ്ഷൻസാണ് കാണുന്നത്. ഇതിൽ നമുക്ക് ചെയ്യാവുന്നത്, നിങ്ങളിൽ ഇപ്പോൾ നേരത്തെ വിൻഡോസ് 10 ആക്ടിവേറ്റഡ് ആണെങ്കിൽ അത് ഏത് വേർഷനാണെന്ന് നോക്കി അത് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പം വേറെ വേർഷനൊന്നുമില്ല, ഫ്രഷ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് വിൻഡോസ് 10 പ്രോ ഇൻസ്റ്റാൾ ചെയ്യാനാണ് പ്രിഫർ ചെയ്യുള്ളൂ. വിൻഡോസ് 10 പ്രോയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അവരോട് നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അത് ആക്സെപ്റ്റിന് ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മളോട് ചോദിക്കുക അപ്ഗ്രേഡ് ഓർ കസ്റ്റം ഇൻസ്റ്റാൾ എന്ന് ചോദിക്കും. നമ്മൾക്ക് വേണ്ടത് കസ്റ്റം ഇൻസ്റ്റാൾ ആണ്.
അപ്ഗ്രേഡ് ചെയ്യുന്നത് വേറൊരു ആവശ്യത്തിനാണ്, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പം കസ്റ്റം ഇൻസ്റ്റാൾ ആണ് ചെയ്യേണ്ടത്, കസ്റ്റം ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹാർഡ് ഡ്രൈവിലേക്ക് പോകും. ഏത് ഡ്രൈവിലാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നൊക്കെ പോകുമ്പോൾ ഒന്നിൽ കൂടുതൽ ഡ്രൈവ് ഉണ്ടെങ്കിൽ ഡ്രൈവ് 1, ഡ്രൈവ് 0, ഡ്രൈവ് 1 എന്നൊക്കെ കാണിച്ചു. ഇപ്പോൾ ഒരു ഡ്രൈവ് ഉള്ളൂ, ഇതിൽ ഡ്രൈവ് 0 ആണ് കാണിക്കുന്നത്. അത് നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത വിൻഡോസിൻ്റെ അപ്പോൾ പാർട്ടീഷൻ കിടപ്പുണ്ടാവും, നമ്മൾ പാർട്ടീഷൻ ചെയ്യുമല്ലോ 50 GB 30 GB ആയിട്ട്, അത് കിടപ്പുണ്ടാവും. അതൊക്കെ ഡിലീറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതിലുള്ള ഈ പാർട്ടീഷൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്യണം. ഇതൊക്കെ ഡിലീറ്റ് ചെയ്താൽ നമുക്ക് ഫ്രഷ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പുതിയ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ഒറ്റ പാർട്ടീഷൻ എടുക്കുകയുള്ളൂ, ഫുള്ളായിട്ട് ഫോൾഡർ. നമ്മളിപ്പോൾ എല്ലാം ഡിലീറ്റ് ചെയ്യാം. അതിന് വേണ്ടതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. റിഫ്രഷ്, ഡിലീറ്റ്, ഫോർമാറ്റ്, ന്യൂ, ലോഡ്, ഡ്രൈവർ, എക്സ്റ്റെൻഡ് എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട്. അതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. നമുക്ക് ആകെ കൂടെ വേണ്ട ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുക, പാർട്ടീഷൻസ് ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫോർമാറ്റ്. ഈ ഫോർമാറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കാര്യം നോക്കുക, ഇതിലെന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഡാറ്റ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്യാം. അല്ലെങ്കിൽ ആ ഡാറ്റ ഒരിക്കലും റിക്കവർ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഇറവേഴ്സിബിൾ പ്രൊസീജിയറാണ്, അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടി. അത് നമ്മൾ ഡ്രൈവറിൻ്റെ പാർട്ടീഷൻ നോക്കുക, ഡ്രൈവറുടെ പാർട്ടീഷനൊക്കെ ഡിലീറ്റ് ചെയ്യണം നമ്മൾ, എന്നാലും ഫ്രഷ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട ഏത് ഡ്രൈവർ ആദ്യം നമ്മൾ ഏതാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിലീറ്റ് ചെയ്യാം. അതിൽ ആ ഡ്രൈവർ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ഡിലീറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാവും അവിടെ, അതിൽ കൊടുക്കുക, ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ തന്നെ മറ്റതും അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഒറ്റ ഇതിലേക്ക് പോകണതാണ്. നമുക്ക് ഡ്രൈവർ 0 അലോക്കേറ്റഡ് സ്പേസ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ടാവും, അതിലേക്ക് കൊടുക്കാം. അതിൽ നമുക്ക് പുതിയതായിട്ട് പാർട്ടീഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇത്ര GB വിൻഡോസിന്, ഇത്ര GB നമുക്ക് പേഴ്സണൽ യൂസിന് എന്നും പറഞ്ഞ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി വന്നേക്കുകയാണ്. ഇപ്പോൾ ഫുള്ളായിട്ട് ഡിലീറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഇത്ര GB അല്ലെങ്കിൽ അതിലേക്ക് ഇത് ചെയ്യണമെങ്കിൽ വേറെ ഹാർഡ് ഡ്രൈവാണ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൽ മൊത്തം വിൻഡോസാണ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് തന്നെ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഇതിലേക്ക് തന്നെ കൊടുക്കാണ്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് കോപ്പിങ് ഓൾ വിൻഡോസ് 5 ഇതൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് സ്പീഡാക്കാം. അപ്പോൾ ഇത് ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വിൻഡോസ് സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ നമ്മൾ ഏത് റീജിയനാണെന്ന് ചോദിക്കും. ഏതെങ്കിലും ഒരു നമ്മൾ റീജിയൻ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. റീജിയൻ ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ക്ലിക്ക് ചെയ്തേക്കണേ. അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം കൊടുക്കാം, അല്ലെങ്കിൽ ഇന്ത്യ കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുക. ജസ്റ്റ് എ മൊമെൻ്റ് എന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ കീബോർഡ് ലേഔട്ട് ചെയ്താൽ നോക്കാം. കീബോർഡ് ലേഔട്ട് ഇത് ഇംഗ്ലീഷ് ഇന്ത്യ എന്ന് പറഞ്ഞിടപ്പുണ്ട്, US എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ US ആണ് ടൈപ്പ് ചെയ്യണേ. നെക്സ്റ്റ് കൊടുക്കുക. അത് പിന്നെ വേണമെങ്കിൽ ഒരു കീബോർഡും കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ആഡ് ലേഔട്ട് നമുക്കൊന്നും വേണ്ട. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കാം. ഇത് പേഴ്സണൽ യൂസ് ആണോ ഓർഗനൈസേഷൻ ആണോ നോക്കുക. നമ്മളിപ്പോൾ പേഴ്സണൽ യൂസിനാണ് സെറ്റ് ചെയ്യണത്. പേഴ്സണൽ യൂസ് കൊടുക്കുക. ഓർഗനൈസേഷൻ ആണെങ്കിൽ അവരുടെ ടെക്ക് നമ്മൾ അറിയേണ്ട കാര്യമൊന്നുമില്ല, അതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. നമുക്ക് പേഴ്സണൽ യൂസ് ആണ്. അപ്പോൾ പേഴ്സണൽ യൂസ് കൊടുത്തിട്ട് നെക്സ്റ്റ് ചെയ്യാം. അപ്പോൾ സൈനപ്പ് അതിന് മുമ്പ് ഇതിൽ ഓപ്ഷൻ ഉണ്ട്, നെറ്റ് അല്ലെങ്കിൽ വൈഫൈ കണക്ട് ചെയ്തതിൻ്റെ വൈഫൈ അല്ലെങ്കിൽ നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നെറ്റ് കണക്ഷൻ ഇത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ കാണിച്ചില്ല. എൻ്റെ ഇപ്പോൾ നെറ്റൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല, അത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. അതിന് നമുക്ക് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വഴി നമുക്ക് കൊടുക്കാവുന്നതാണ്. മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് അടിച്ച് അതിൻ്റെ പാസ്വേഡ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് സൈൻ ഇൻ ആവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, അപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഓഫ്ലൈനാണ്. അത് കൊടുക്കുക. അപ്പോൾ തന്നെ അത് ഇതൊക്കെ സെക്യൂരിറ്റിയാണ്. അത് ഞാൻ നോട്ട് നൗ ആണ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ PC ഒരു നെയിം ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ പേര് കൊടുക്കാം. ഞാൻ അടിച്ചു കൊടുക്കുകയാണ്. PC സ്വന്തമായിട്ട് അടിച്ചു കൊടുക്കാം, പേര് അടിച്ചു കൊടുക്കാം, എന്തുകൊണ്ടും അടിച്ചു കൊടുക്കാം. നമുക്ക് ഇത് നെറ്റ് കണക്റ്റ് ആവാൻ ഇപ്പം നമ്മൾ നെറ്റ് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പേര് വരും. ഇതിപ്പോൾ അതില്ലാത്തതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് ലോക്ക് സ്ക്രീനിൽ പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വന്നേക്കണം. ഞാനിപ്പോൾ അതിവിടെ ഒന്നും സെറ്റ് ചെയ്യാനുള്ള, നിങ്ങൾക്ക് വേണമെങ്കിൽ പാസ്വേഡ് സെറ്റ് ചെയ്യാം. പാസ്വേഡ് വേണമെങ്കിൽ പാസ്വേഡ് വേണം, പാസ്വേഡ് വേണമെങ്കിൽ പാസ്വേഡ് വേണ്ട. ഞാനിപ്പോൾ നെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ കൊടുക്കുക, വേണ്ട, നെക്സ്റ്റ് കൊടുക്കുക. ഇത് ആക്ടിവിറ്റി ഹിസ്റ്ററിയൊക്കെ നമ്മൾ റീഡ് ആവും, അതൊക്കെ നോ കൊടുക്കേണ്ടതാണ്. ഞാൻ നോ ആണ് കൊടുക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ യെസ് കൊടുക്കാം. ഇത് കോർട്ടാന ഡിജിറ്റൽ അസിസ്റ്റ്, അതും ഡിക്ലൈൻ ചെയ്യുകയാണ് ഞാൻ. ഇപ്പോൾ ഒന്നെങ്കിൽ പ്രൈവസി സെറ്റിങ്സ് സെലക്ട് ചെയ്യാനാണ്. അതിൽ ലൊക്കേഷൻ ഉണ്ട്, ഓൺലൈൻ സ്പീച്ച് ഉണ്ട്, എല്ലാം നോ കൊടുക്കുക. ഫൈൻഡ് മൈ ഡിവൈസൊക്കെ നോ കൊടുക്കുക. അതാണ് നമുക്ക് സേഫ്. ഞാൻ നോ ആണ് കൊടുത്തേക്കണേ. നോ കൊടുത്തിട്ട് അക്സെപ്റ്റ് കൊടുക്കുക. ജസ്റ്റ് എ മൊമെൻറ്റ്. അപ്പോൾ വിൻഡോസ് നമ്മുടെ ബൂട്ടായിരിക്കുകയാണ്. ഇത് കുറച്ച് നേരം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. റെഡി ഫോർ യു എന്നും പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കും. ഇത് കുറച്ച് സമയം ഇങ്ങനെ
കറങ്ങിക്കൊണ്ടിരിക്കും, ഒരു കുഴപ്പമില്ല. കുറച്ച് സമയം എടുക്കും. നിങ്ങൾ നേരെ വിൻഡോസ് ബൂട്ട് ആവുന്നതിലേക്ക് ഞാൻ കാണിച്ചു തരികയാണ്. സ്കിപ്പ് ചെയ്ത് നേരെ വിൻഡോസ് ബൂട്ട് ആയിരിക്കുകയാണ്. ഇപ്പോൾ വിൻഡോസ് ബൂട്ട് ആകുമ്പോൾ നിങ്ങൾ ബൂട്ട് ലൂപ്പിൽ പെട്ടുവാണ്. അതായത് ഓണായി ഓഫ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ USB ഒന്ന് റിമൂവ് ചെയ്യുക, എന്നിട്ട് ഒന്നുകൂടി ഓപ്പൺ ചെയ്താൽ മതി. ഇനി നിങ്ങൾ വിൻഡോസ് ആക്ടിവേറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വിൻഡോസ് ചെല്ലുക, നമ്മൾ കോർട്ടാന ചെന്ന് ആക്ടിവേഷൻ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ സെറ്റിങ്സിലേക്ക് ഡയറക്റ്റ് ആക്ടിവേഷനിലേക്ക് പോകും. സെറ്റിങ്സ് ഓപ്പണായി, സെറ്റിങ്സ് ഓപ്പണായി, ആക്ടിവേഷനിലേക്ക് ചെന്നു. അതിൽ അടിയിൽ എൻ്റർ പ്രൊഡക്റ്റ് കീ എന്നും പറഞ്ഞ് കിടപ്പുണ്ടാവും, അല്ലെങ്കിൽ ചേഞ്ച് പ്രൊഡക്റ്റ് കീ എന്നും പറഞ്ഞ് കിടപ്പുണ്ടാവും ആക്ടിവേറ്റ് വിൻഡോസ് നൗവിൽ. അതിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കീ അടിക്കാനുള്ളതുണ്ട്. നമ്മളിപ്പോൾ കാശ് കൊടുത്ത് വാങ്ങിക്കണമെങ്കിൽ പ്രൊഡക്റ്റ് കീ നമുക്ക് ആ ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് കീ ഇല്ലാത്തതുകൊണ്ട് നമ്മളൊന്നും ചെയ്യാനില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ അനുഭവം തന്നെയാണ്. കാരണം ഞാൻ ഈ കമ്പ്യൂട്ടറിലൊക്കെ പണിയുമ്പോൾ വിൻഡോസൊക്കെ റീഇൻസ്റ്റാൾ ചെയ്യേണ്ട ഓപ്ഷൻസൊക്കെ വരാറുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ കടകളിൽ കൊടുത്താണ് ചെയ്യിക്കാറുള്ളത് ആദ്യമേയൊക്കെ. അപ്പോൾ എനിക്ക് 350 500 രൂപയൊക്കെ വെച്ച് ചിലവാകാറുണ്ട് വിൻഡോസ് അതിനുള്ള അനുബന്ധ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ട് യൂട്യൂബിലൊക്കെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസ് കണ്ടത്. അപ്പോൾ എനിക്ക് ഇത് ഏറ്റവും സിമ്പിളായിട്ട് തോന്നി. ഇപ്പോൾ സിമ്പിൾ ആൻഡ് സേഫായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങളും എന്നെപ്പോലെ തന്നെയാണ്, അല്ലെങ്കിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലത്തുള്ള വീഡിയോ ഇനിയും ഉണ്ടാവും. അപ്പോൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ബൈ.